Afternoon. Good afternoon, ma'am. Afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. ഒരു 5 മിനിറ്റ് സമയം തരാം. നമ്മുടെ തേർഡ് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോണ്ടിരിക്കും കേട്ടോ. 5 മിനിറ്റ് ടൈം ഉണ്ട്. എന്നിട്ട് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. Miss, second chapter का doubt clear हो ma'am. Second chapter. നോക്കാം കേട്ടോ. 5 മിനിറ്റ് ടൈം ഉണ്ട് കേട്ടോ. അപ്പൊ വായിച്ച് നോക്കാം. മിസ് ഒന്ന് PDF എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ.
ഏതാ ഡൗട്ട് ചോദിച്ചത്? ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. മിസ് സെക്കൻഡ് ചാപ്റ്ററിലെ ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറയണ ഇതില്ല പോർഷൻ. ഇന്ത്യൻ ഹോസ്പിറ്റൽ. അതിനകത്തില്ലേ മാം അശോകയുടെ റീജിയൻ ഓഫ് കിങ് അശോകയുടെ 233 BC അല്ലേ കിടക്കുന്നത്? അത് നമ്മുടെ ഇപ്പുറത്തെ പോർഷനിലില്ലേ ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സെനാരിയോ എന്ന് പറയണ പ്രീ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ അതിനകത്ത് 6ാമത്തെ പോയിന്റില് അവിടെ AD അല്ലേ മിസ് കിടക്കുന്നത്? അതപ്പൊ കറക്റ്റ് അതാണ്. അപ്പൊ BC തന്നെ കൊടുത്താൽ മതി കേട്ടോ. അത് ചിലപ്പോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. ശരി മാം, അതൊന്നും അറിയാൻ പറ്റും. താങ്ക് യു. നമുക്ക് തുടങ്ങിയാലോ ക്വസ്റ്റ്യൻസ്? ടപ്പേന്ന് ആൻസർ പറയണോ കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡിയാണോ? നമ്മുടെ ക്ലാസ്സിലെ പിള്ളേര് കുറഞ്ഞു തുടങ്ങിയോ? 34 ഒക്കെ ഉള്ളൂല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്റർ 3 ആണ്, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 main health care systems mentioned in the document? What are the 2 main health care systems mentioned in the document? പറയാം, ആൻസർ പറയാം, ഓപ്ഷൻസ് പറയാം കേട്ടോ. ഓക്കെ, എന്താണ്? ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, റൂറൽ ആൻഡ് അർബൻ ഹെൽത്ത് കെയർ സിസ്റ്റം, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഡോക്യുമെന്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ആയുർവേദ? ഓപ്ഷൻ പറയണ്ടല്ലോ. എന്താണ് ആയുർവേദയുടെ മീനിങ്? മീനിങ് എന്താ? സയൻസ് ഓഫ് ലൈഫ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which traditional healthcare system is described as a science and art that promote healthy living physically, mentally, morally and spiritually? ഏതാ വരാ? യോഗ. ആൻസർ യോഗയാണ് വരുന്നത്. നെക്സ്റ്റ്, the Unani system of medicine focus on which 3 aspects? The Unani system of medicine focus on which 3 aspects? ഏതാ? ഓപ്ഷൻ പറയണോ? ഫസ്റ്റ് ഓപ്ഷൻ, diagnosis, treatment and rehabilitation. Next, health promotion, disease prevention and cure. Okay, physical, mental and spiritual well-being, and none of the above. ഏതാ വരാ? ഓപ്ഷൻ ബി ആണ്, health promotion, disease prevention and cure. Next question, what does the Siddha system of the medicine attempt to define diseases as? What does the Siddha system of medicine attempt to define diseases as? First option, the accumulation of morbid matter in the body, the condition where there is a lack of pain, and imbalance of the 5 elements in human beings, lack of access to publicly funded primary health care. ഏതാ വരാ? ഓപ്ഷൻ എല്ലാം കേട്ടിട്ട് പറയണം കേട്ടോ. ചിലവര് ABC എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? സി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. Naturopathy believe that all diseases arises due to what? Naturopathy believe that all diseases arise due to what? First option,
a lack of moral and spiritual living, an imbalance of the 5 elements, the accumulation of morbid matter in the body, the absence of physical, mental, and social rehabilitation. Answer വരുന്നത് option C ആണ്. Next നോക്കിയേ. The modern healthcare system in India includes which 3 components? ഏതാണ് 3 components ആയിട്ട് നമ്മൾ പറയുന്നത് മോഡേൺ അലോപ്പതിക് സിസ്റ്റത്തില്? ഓർമ്മയുണ്ടോ ഇതിനൊക്കെ നമ്മൾ പറയുന്നത്? പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, പിന്നെന്താ ഇൻഫോർമൽ. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. 3 എണ്ണത്തിനെയാണ് പറയുന്നത് കേട്ടോ 3 കമ്പോണൻസ് ആയിട്ട്. ഇനി നെക്സ്റ്റ് ആണ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം 1947 to 1983 was based on 2 broad principles. ഏതാണ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്? പ്രൊമോട്ടിംഗ്, ഞാൻ ഓപ്ഷൻ വായിക്കാം. പ്രൊമോട്ടിംഗ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എക്സ്പാൻഷൻ ഇൻ റൂറൽ ഏരിയാസ്. Option B, the state's moral duty to provide health care and that no one should be denied care due to lack of pay. Public-private partnership and liberalization of the insurance sector. Health, education and research. ഏതാ വരാ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ആ പ്രിൻസിപ്പിൾ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ് ഇൻ ഇന്ത്യ ഡാഷ് എന്നാണ്, ഏത് ഇയറിലാണ് വിളംബരം ചെയ്യപ്പെട്ടത്? 1983ലാണ്. നെക്സ്റ്റ്, what was a key focus of the second phase of India's health system 1983 to 2000? ഓക്കെ, ആ കാലഘട്ടത്തിൽ എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ഫേസിൽ കേട്ടോ. സെക്കൻഡ് ഫേസിന്റെ കാലഘട്ടത്തില് എന്താണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ പറയാം. ഫോക്കസിംഗ് ഓൺ ദി സ്റ്റേറ്റ്സ് മോറൽ ഡ്യൂട്ടി ടു provide health care. Focusing on the state's moral duty to provide health care. Liberalizing the insurance sector. Encouraging private initiative in healthcare service delivery. Establishing the 3-tier system in rural areas. Okay, option C ആണ് വരുന്നത് ട്ടോ. Next, one key issue are addressed in the third phases of India's health system post 2000 phase. Okay, അതിന്റെ ഓപ്ഷൻ പറയാം. Encouraging private initiative and rural expansion. No one being denied health care due to lack of pay. Public-private partnership, liberalization of insurance sector, and the government is a financier. Moral duty of the state to provide health care. Okay, option C ആണ് ആൻസർ വരുന്നത്. How is the healthcare infrastructure in rural area developed? How is the healthcare infrastructure in rural area developed? എത്രയാണ്? Okay, 3-tier system ആണ്. What is the institutional basic of a primary care in rural area? ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? CHC ആണോ, PHC ആണോ, സബ് സെന്റർ ആണോ, റൂറൽ ഹോസ്പിറ്റൽസ് ആണോ? ഓക്കെ, പ്രൈമറി ഹെൽത്ത് കെയർ ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത് എന്താണ്? സബ് സെന്റർ ആണ്. How many people is a sub center supposed to serve? Okay, സബ് സെന്ററില് സർവ് ചെയ്യുന്ന പീപ്പിൾസിന്റെ സേവനം ചെയ്യുന്ന പീപ്പിൾസിന് സേവനം ചെയ്യാൻ പറ്റും. ഓക്കെ, 5000 ആണ്. One is the typical number of births and the doctors in a primary health care center.
doctors എത്ര ഉണ്ട്? 30 beds for doctors, 5 beds and 2 doctors, 10 beds 3 doctors, 20 beds and 5 doctors. ഏതാ വരാ? ഓപ്ഷൻ ഏതാ വരുന്നത്? ഏതാ ഓപ്ഷൻ വരാം? ഓപ്ഷൻ ബി ആണ് കേട്ടോ. കറക്റ്റ് ആണ് പറഞ്ഞത്. 5 beds and 2 doctors. How many people does a PHC serve as per the plan? PHC യിൽ സേവനം ചെയ്യാനായിട്ട് എത്ര പീപ്പിൾസിന് പറ്റും? ഓക്കെ, എത്രയാണ്? ഓക്കെ, 1,20,000 ആണോ? 12,000 ആണോ? 30,000 ആണോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. 30,000 ആണ് കേട്ടോ. ഓക്കെ, 30,000. Which tier of the rural health care system is a referral unit for a cluster of subcenters? CHC, PHC, subcenter, rural hospitals. Which tier of the rural health care system is a referral unit of a cluster of subcenters? Okay, PHC. Next. What is the minimum number of births a community health center is supposed to have? Minimum number of births. Okay, 30 ആണ്. 30 ട്ടോ. What is the minimum number of births a CHC is supposed to have? Okay. At least 30 bits ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ്, CHC serve how many people and how many PHCs? 30,000 peoples and 6 PHCs, and 5,000 peoples and 1 PHC, 1,20,000 peoples and 4 PHC, 1,200 peoplesന് 2 PHC. ഏതാ വരാം? ഓക്കെ, ആൻസർ സി ആണ് വരുന്നത്. 1,20,000 പീപ്പിള് സേവനം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 4 PHCയുടെ ഇൻചാർജും വഹിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ? വാട്ട് ഈസ് എ കീ ഫീച്ചർ ഓഫ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ? വാട്ട് ഈസ് എ കീ ഫീച്ചർ ആണ് കേട്ടോ. CHCയുടെ കീ ഫീച്ചർ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ പറയാം. It's a temporary structure. It employs 1-2 care workers. It serves as a referral unit for subcenters. It has specialized medical service and facilities like an operation theater and X-ray facilities. Option D ആണ് വരുന്നത്. What are the 2 main types of hospital functions? What are the 2 main types of hospital functions? Okay, intramural and extramural, restorative and preventive, diagnostics and curative, education and research. Option A ആണ് ആൻസർ വരുന്നത്. Intramural and extramural. Which hospital function is described as services provided outside the hospital walls? Which hospital functions is described as services provided outside the hospital walls? ഇതാണ് extramural ആണ് വരുന്നത്. Which of the following is an example of an intramural hospital function? Okay, intramural example ആണ് പറയേണ്ടത്. Mobile clinics, home care services, care of emergencies, medical care camp. Option. Okay, option A ആണ് എല്ലാവരും പറയുന്നത്. ഒന്നുകൂടി കേട്ടെ. Intramural function അതിന്റെ എക്സാമ്പിൾ ആണ് mobile clinics, home care service, care of emergencies, medical care camp. ഏതാ വരാം?
ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി, കെയർ ഓഫ് എമർജൻസീസ്. Okay. What are the four subcategory of restorative intramural functions? What are the four subcategories of restorative intramural functions? Okay. Restorative അടിയിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പേഴ്സ് അല്ല. ഓക്കെ, പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ പറയണം. Medical, surgical and other specialties. Next option, diagnostic, curative, rehabilitative and care of emergencies. Supervision of pregnancies, health education and research. Outpatient services, home care services and mobile clinics. ഏതാ വരാ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Which of the following is an example of a preventive intramural functions? Okay, preventive function വരുന്നത് outpatient services, clinical medicines research, supervision of normal pregnancies and childbirth, medical social works education. ഏതാ വരാ? Supervision of normal pregnancies and childbirth. Next, health education is categorized under which intramural hospital functions? Restorative, preventive, education, research. Okay, preventive ആണ്. Next one, the education functions of a hospital includes the training of which group of people? Medical undergraduates and specialists, nurses and midwives, paramedical staffs, all of the above. ഏതാ വരാ? ഓപ്ഷൻ എ ആണോ? Education functions of a hospital includes the training of which group of people? Medical undergraduates and specialists, nurse and midwives, paramedical staff, all of the above. All of the above ആണ് ആൻസർ വരുന്നത്. Okay. Research as a hospital function includes which of the following? Research clinical medicine, hospital practice and administration, physical, psychological and social aspect of health and diseases, all of the above. Research all of the above. Okay. Next ആണ്, which of the following is an example of a extramural hospital functions? Which of the following is an example of extramural hospital functions? Curative treatment, diagnostic services, daycare center, care of emergencies. C ആണ് ആൻസർ വരുന്നത്. Home care services are the part of which hospital function? Intramural, extramural, restorative, preventive. Okay, extramural. Option B ആണ് ആൻസർ വരുന്നത്. What is the correct flow of healthcare infrastructure in India? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല, ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. അതിന്റെ കറക്റ്റ് ഫ്ലോ ചാർട്ട് ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ? ആദ്യം നാഷണൽ ലെവൽ വരുന്നു, പിന്നെന്താ സെക്കൻഡ് സ്റ്റേറ്റ് ലെവല്, പിന്നെ തേർഡ് ഡിസ്ട്രിക്ട് ലെവൽ വരുന്നുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? അതുകൂടിയും പറയണം കേട്ടോ. ഏതൊക്കെയാണ്?
rural areas, urban areas. Okay. Rural areas and urban areas. Okay. Which of the following is an example of a traditional healthcare system in India? Which of the following is an example of a traditional healthcare system in India? Allopathic medicine, modern medicine, naturopathy, public sector care. Traditional examples. Okay, naturopathy. Disturbance clear. Okay. Next, what does the term allopathic refer to in the document? What does the term allopathic refer to in the document? Traditional healthcare, modern healthcare, rural healthcare, urban healthcare. Option B ആണ് എന്താണ് modern healthcare system. ഇനി the National Health Policy of 1983 intensified access to what kind of health care? Privately funded, publicly funded primary health care, specialized medical services, hospital care. National Health, okay, option B ആണ് answer വരുന്നത് ട്ടോ. National Health Policy of 1983 intensified access to what kind of health care? Answer വരുന്നത് publicly funded primary health care. Under the three-tier system, the sub-center is complemented by whom? Qualified doctors, community health workers, medical specialists, nurse and midwives. Edavara community health workers. PHC is in charge of how many sub-centers? PHC is in charge of how many sub-centers? Okay, 6. Very good. Which of the following is not a type of intramural function? Intramural function. Preventive education, restorative, outpatient services. Preventive education, restorative, outpatient services. Okay, outpatient services are answered. The secondary sector of the India healthcare system includes two types of facilities: sub-center and PHC, rural hospitals and CHC, hospitals and dispensaries, mobile clinic and daycare centers. Secondary sector of Indian healthcare system includes two types of facility. And option വായിക്കാം. Okay, CHC ആണ്. എന്താണ് rural hospitals and CHC ആണ്. Option ഒന്നുകൂടി പറയാം. Sub-centers and PHC, rural hospitals and CHC, hospitals and dispensaries, mobile clinic and daycare centers. CHC ആണ് answer വരുന്നത്. Okay, ഇനി next. The difference between intramural and extramural. ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? Intramural എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറഞ്ഞിട്ട് ഞാൻ ഓപ്ഷൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഹോസ്പിറ്റൽ. Extramural എന്ന് പറയുമ്പോ outside the hospital അല്ലേ? ഓക്കെ, അത് ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ
Okay. Next നോക്കാം. Which of the following is not a part of a health system infrastructure in rural area as per the provided image? Which of the following is not a part of a healthcare system infrastructure in rural area as per the provided image? Okay. CHC, PHC, subcenter, hospital. എന്താ പറയാ? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതെല്ലാം 3-tier സിസ്റ്റം ആണ് അല്ലേ? ഓക്കെ. ആയുഷിന്റെ ഫുൾ ഫോം എന്താ? എക്സ്പാൻഡ് ചെയ്തേ. ആയുഷ് എന്ന് പറഞ്ഞാല് ആയുഷ്, ആയുർവേദ, യോഗ, യുനാനി, പിന്നെ സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഓക്കെ. നെക്സ്റ്റ് നോക്കാം കേട്ടോ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ സബ് സെന്റർ? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ സബ് സെന്റർ? ഓപ്ഷൻ വായിക്കാം. ടു പെർഫോം സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സർവീസ്, to provide inpatient treatment with 4 to 6 person, to perform basic medical service, immunization and reference, to act as a referral unit for a cluster of 6 sub-centers. Answer C ആണ് വരുന്നത്. Okay. The diagram of the healthcare system infrastructure in India shows that urban area are served by what? The diagram of the healthcare system infrastructure in India shows that urban area are served by dash, CHC and PHC, hospitals and dispensaries, അതുപോലെ subcenters and CHC, PHC and hospital. എന്താ പറയുക ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്. ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ് ആണ് ആൻസർ വരുന്നത്. What is a key characteristics of the second phases of India's health system? Okay. What is a key characteristics of the second phases of India's health system? Option വായിക്കാം. The government as a financier, moral duty of the state to provide health care, proclamation of the first national health policy, liberalization of the insurance sector. A proclamation of the first national health policy ആണ്. NHP. ഇനി next നോക്കാം. The control of communicable diseases is a function of which type of hospital services? Restorative, preventive, education, extramural. The control of communicable disease is a function of which type of hospital service? Option D ആണ് ആൻസർ വരുന്നത്. Preventive ആണ്. ഓപ്ഷൻ B ആണ് ആൻസർ വരാട്ടോ. ഇനി what does the term intramural refer to in the document? What does the term intramural refer to in the document? Option വായിക്കാം. Service outside the wall of the hospital, service within the wall of the hospital, service for rural area, service for urban area. Okay, option B ആണ് within the wall. ഇനി നെക്സ്റ്റ് നോക്കാം.
What is the function of curative service within the hospital? What is the function of curative service within the hospital? Diagnosis of illness, prevention of illness, treatment of all illness, rehabilitation of the patients. Option C, treatment of all illness. Curative എന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. According to the document, what is the science of life? Yoga, naturopathy, Ayurveda, Siddha. ഏതാണ് മീനിങ് വരുന്ന സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആയുർവേദ. The document categorized India's health system into how many distinct phases? 2, 3, 4, 5. And the answer is 3 ആണ്. Next നോക്കാം. The phase from 1947 to 1983 was marked by the principle that none should be denied health care due to what reason? Reason എന്താണെന്നുള്ളതാണ് കേട്ടോ. Lack of access, lack of pay, lack of specialist, lack of infrastructure. Lack of pay ആണ് ആൻസർ വരുന്നത്. The current phase post 2000 of India's health system witnesses a widening focus on what? The moral duty of the state, private initiatives and rural expansion, public-private partnership and liberalization of the insurance sector, a three-tier rural system. Okay, option C ആണ് ആൻസർ വരുന്നത്. How many care workers typically work in a subcenter? 1, 2, 5, 40, 4. 1, 2 ആണ് അല്ലേ? 1, 2 care workers ആണുള്ളത്. What is the typical number of paramedics and support staff at a PHC? 1, 2, 5, 14, 4. 14. A CHC is supposed to have a team of how many medical specialists? 1, 2, 3, 4. Medical specialist ഉള്ളത് CHC-യില് 4 ആണ്. Which of the following? കൺവെൻഷൻ വെള്ളം കുടിക്കട്ടെ. ബാക്കിയുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ.
Okay, start ചെയ്യാട്ടോ. Which of the following is an example of a restorative function? First option, health education, care of emergencies, medical social workers education, outpatient services. And answer വരാം. Restorative function example ആണ്. Option B ആണ് care of emergency. Next, the supervision of normal pregnancies and childbirth is a part of which hospital function. Option വായിക്കാം. Restorative, preventive, education, research. Preventive function. Which of the following is an example of a research function in a hospital? അതിന്റെ ഓപ്ഷൻ വായിക്കാം. ഹോം കെയർ സർവീസ്, ക്ലിനിക്കൽ മെഡിസിൻ, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ. എന്താ പറയാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. മെഡിക്കൽ കെയർ ക്യാമ്പസ് ആർ എ പാർട്ട് ഓഫ് വിച്ച് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ? Intramural, extramural, preventive, restorative. Okay, extramural function ആണ് വരുന്നത്. Next, what is the main principle of naturopathy? What is the main principle of naturopathy? To treat diseases with the herbs and the natural remedies, to remove morbid matter from the body, to provide a cure and or relief, to maintain equilibrium of the five elements, to promote a spiritual well-being. Okay, option B ആണ് answer വരുന്നത്. Which phases of India's health care system? So the first national health policy ഏത് ഇയറിലാണ് എന്താണ് നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത്? ഏത് ഫേസിലാണ് ഉള്ളതാണ് കേട്ടോ. ഇയർ ഒക്കെയാണ്. ഫസ്റ്റ് ഫേസ് 1947 to 1983, second phase 1983 to 2000, third phase post 2000, all three phases. ഏത് ഫേസിലാണ്? സെക്കൻഡ് ഫേസിലാണ് വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഫേസിലാണ് അതിന്റെ കാര്യം പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് the expansion of health facilities in rural area was facilitated through what? Expansion of health facilities in rural area was facilitated through what? Private initiatives, public-private partnership, NHPs, the moral duty of the state. Expansion of health facilities in rural area was facilitated through what? എന്താ പറയാ? NHPs വരവോടുകൂടി അല്ലെങ്കിൽ വിളംബരം ചെയ്യപ്പെട്ടതോട് കൂടിയിട്ടാണ് എന്തില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ സെക്കൻഡ് ഫേസ് എന്താണ്? 1983 NHPs അല്ലെ ഡെവലപ്പായി. അതിനുശേഷം എന്താണ് വരുന്നത്? അതിനുശേഷമാണ് ഹെൽത്ത് കെയർ ഇതില് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടായത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, പ്രൈവറ്റ് പബ്ലിക് രണ്ടുപേരും കൂടിയാണ് പിന്നീട് ഹെൽത്ത് കെയർ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? നെക്സ്റ്റ് നോക്കാം. What is the main role of PHCs as the referral unit? What is the main role of PHCs as a referral unit? First option, it refers patients to HCHC. It is a referral unit for the cluster of about 6 sub-centers. It refers patient to private hospitals. It refers doctors to other facilities. Option B ആണ് ആൻസർ വരുന്നത്. Besides outpatient treatment, what do most
PHC's facilitates. Besides the outpatient treatment, what do most PHCs facilitate? Option: specialized surgeries, mobile clinics, inpatient treatment with 4 to 6 beds, X-ray facilities. Answer C ആണ് answer വരുന്നത്. The Siddha system of medicine is based on the normal equilibrium of part, mind, body, and spirit, the 5 elements, morbid matter, the 3 phases of health care. Option B ആണ് 5 elements. Which of the following is a traditional healthcare system besides Ayurveda, Yoga, Unani, and Siddha? Which of the following is a traditional healthcare system besides the Ayurveda, Yoga, Unani, and Siddha? And option വായിക്കാം: naturopathy, allopathy, homeopathy, both A and C. എന്താ പറയാ? ഏതെങ്കിലും ഓപ്ഷൻ പറയാത്തതുണ്ടോ? എ ബി സി വരെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കൺഫേം ആക്കോ? എന്താണ്? ബോത്ത് എ ആൻഡ് സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി ആണ് ആൻസർ വരുന്നത്. Which healthcare system focus on the promotion of health, prevention of diseases and cure? Ayurveda, Yoga, Unani, naturopathy. ഏതാ? naturopathy ആണ്, സോറി യുനാനി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. What is the purpose of rehabilitation services? To prevent illness, to cure illnesses, to restore the patient to physical, mental, and social well-being, to diagnose illness. Okay, option C ആണ് ആൻസർ വരുന്നത് കേട്ടോ. കറക്റ്റ് ആണ്. How many individuals is a sub-center supposed to serve? എത്ര ഇൻഡിവിജ്വൽസിനെ സെർവ് ചെയ്യാൻ പറ്റും സബ് സെന്ററിൽ? ഓക്കെ, 5000 ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചടപടയെന്നുള്ള ഉത്തരമൊക്കെ പറഞ്ഞു, നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഓക്കെ, ടെക്സ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ആൻസർ പറയുന്നത്. ചില പറ്റിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ തറായിട്ട് ഓരോ ഭാഗങ്ങളും പഠിച്ചു പോവാട്ടോ. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ലെസൺ നോക്കാം. ഓക്കെ, ശരിയാണ് ശരിയാണ്. സ്പീഡിലെ ടെസ്റ്റ് നമ്മള് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോ ശരിയാണ് കേട്ടോ. ആൻസർ നമുക്ക് നോക്കാനായിട്ട്. എന്നാലും ചിലവരൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യുന്നതാവും അല്ലെ? ആണോ? ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല അല്ലെ? ക്വസ്റ്റ്യൻസ് കുഴപ്പമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ റീഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. 10ാം തീയതി എക്സാം ടൈം ടേബിൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഫസ്റ്റ് മൊഡ്യൂൾ ഒക്കെയാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്താ പ്രശ്നം?
എന്ത് പറ്റി? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് തൊട്ട് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ മിസ് എടുത്തേക്കുന്ന ചാപ്റ്റർ ഏതാ? ഔട്ട് പേഷ്യന്റ് ആണോ ഇൻപേഷ്യന്റ് ആണോ മിസ് എടുത്തേ? കുറെ ബാച്ചിലൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ മറന്നു പോകണം. ഇനി ഏതാ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻപേഷ്യന്റ് അല്ലേ മിസ് എടുത്തേക്കണേ? ആക്സിഡന്റ് എടുത്തിട്ടുണ്ട്. ആക്സിഡന്റ് മാത്രമാണ് എടുത്തേക്കണേ. ഓക്കെ. അപ്പൊ ആക്സിഡന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിലെ ഇത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നോക്കാം കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടിയും പഠിച്ചിട്ട് വരാം. ചിലപ്പോ റിവിഷന് ചിലപ്പോ 2 ക്ലാസ്സൊക്കെ കിട്ടുള്ളൂ. അപ്പൊ വേഗം നമുക്ക് റിവിഷൻ ചെയ്ത് പോവാം. ഓക്കെ. രണ്ടെണ്ണം 2 ചാപ്റ്റർ നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ. താങ്ക് യു. നന്നായിട്ട് പഠിക്കാൻ നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.